ഇപ്പോൾ ഉള്ള ഓരോ ആക്ടേഴ്സിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പല പല രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കോഴ്സ് മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ അത് കണ്ടുപഠിക്കുക. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, ഫോർ എ ബെസ്റ്റ് ആക്ടർ കഴിവ് മാത്രം പോരാ, നമുക്ക് ചിന്തിക്കാനും അതിന്റെ അത്രയും തന്നെ പരിപാടി വേണം. ചേട്ടൻ അങ്ങനെ ഒരു എനിക്ക് ഇന്നൊരാളുടെ കൂടെ ഇന്നൊരു ആക്ടറിന്റെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഡ്രീം ഉള്ള കാര്യമായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു ഇർഫാൻ ഖാൻ. പക്ഷെ അദ്ദേഹം ഒബ്വിയസ്ലി പാസ്റ്റ് അവേ. പക്ഷേ അത് ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. ഞാനിപ്പോൾ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു റൂമിൽ ഇരിക്കുവാണെങ്കിൽ, ഇപ്പോൾ കാരവാനിൽ ഇരിക്കുകയാണ്, കുറേ ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നീഡ് ടു ബി ദ മോസ്റ്റ് ടാലന്റഡ് ആക്ടർ, പക്ഷെ അവിടുത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആക്ടർ ആയാൽ മാത്രം മതി എന്നുള്ളതുകൊണ്ട്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പ്രൊഫഷണലിസം. ഐ എം ആൻ ആക്ടർ, ദിസ് ഇസ് മൈ ജോബ്. രാത്രി 2 മണി 3 മണി 4 മണി ആണെങ്കിലും കറക്റ്റ് രാത്രി 2 മണിക്കാണ് ഈ ഷൂട്ട് എടുക്കുന്നത്. പിന്നെ അത് കൂടാതെ വേറൊരു ആക്സിഡന്റ് കൂടി ചെയ്തിട്ട് പറ്റി, ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞില്ല. അദ്ദേഹത്തിനോട് ഈ എന്താ പറയുക, ഈ ഒരു ആർട്ട് ഫോമിനോടും ഈ ഒരു ഇൻഡസ്ട്രിനോടുമുള്ള ഒരു റെസ്പെക്റ്റും സ്നേഹമാണ്. അത് ദാറ്റ്സ് ഇൻസ്പിറേഷൻ. കുറച്ച് കഴിയുമ്പോൾ മാട്ടിച്ചേട്ടൻ ആലോചിച്ചു, ചാക്കോച്ചനുണ്ട് റംസാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഡാൻസ്. ഡാൻസ് കളിക്കാൻ പറ്റുന്ന വിഷമമുണ്ടോ? ഒരിക്കലും. എനിക്ക് ഐ എം സോ ഹാപ്പി. കാരണം ആദ്യമായിട്ടായിരിക്കും ഞാൻ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് എന്റെ ഡാൻസിനെ പറ്റി പറയാതെ എന്റെ ആക്ടിങ് കരിയറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പടം ഹിറ്റാണോ അല്ലോ എന്നല്ല, എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എപ്പോഴാണ് നമ്മൾ സെൽഫ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് മീ ഫൗസ്റ്റീന ഹിയർ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര 2 എനർജറ്റിക് ആയിട്ടുള്ള 2 യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം റംസാൻ ആൻഡ് വിശാഖ്. അപ്പൊ ഭയങ്കര എനർജറ്റിക് യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല. എനർജി പക്ഷെ ഒരു കുറവില്ല. അതുമില്ല. ഇല്ല. അപ്പൊ രാവിലെ തൊട്ട് ഇത് തന്നെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു ഡേ? ഇഷ്ടപ്പെട്ടു. പിന്നെ ശരിക്കും നമുക്ക് ട്രെയിലർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു പോർട്രേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ ശരിക്കും എന്താണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ നമ്മുടെ ഒരു മൂവിയില്? ശരിക്കും പറഞ്ഞാൽ അധികം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒക്കെ, ഞങ്ങളും പിന്നെ വേറെ കൂടെ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഗ്യാങ് ആണ്. ചാക്കോച്ചിന്റെ ക്യാരക്ടറുമായിട്ട് ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഒരു ഗ്യാങ് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ് ഞങ്ങൾ. അത്രയും പറയാൻ പറ്റുള്ളൂ. ക്യാരക്ടറിന്റെ പേര് പറയാം. ചാക്കോച്ചൻ പോലീസ് ഓഫീസറാണ്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ യൂണിഫോം കാണാം. അതിന്റെ ഓപ്പോസിറ്റ് കള്ളനൊന്നല്ല, ലക്ഷണം ഉണ്ടെന്നുള്ളൂ, കള്ളന്മാരല്ല. സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ ഞങ്ങള് ഒരു ഗ്യാങ് ഓഫ് യങ്സ്റ്റേഴ്സ് ഫ്രം ബാംഗ്ലൂരാണ്. ചാക്കോച്ചൻ അന്വേഷിക്കുന്ന ഒരു കേസുമായി ബന്ധമുള്ള ഒരു ഗ്യാങ് ആണ്. ബാക്കി സിനിമ ബേസിക്കലി എനിക്ക് ഓഡിഷൻ ആയിരുന്നു. എന്നെ ഓഡിഷന് വിളിച്ച് ജസ്റ്റ് ഒന്ന് പിന്നെ അഭിനയിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ക്യാരക്ടർ, ഒരു സ്ക്രിപ്റ്റ് തന്നു. അവിടെ പെർഫോം ചെയ്യിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞു ആ ക്യാരക്ടറിന്റെ. എന്നിട്ട് ഒന്നുകൂടി പെർഫോം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിളിക്കാം, പരിപാടി നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചാക്കോച്ചന്റെ സിനിമയിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. എന്നിട്ട് ലിഫ്റ്റ് എത്തിയപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പരിപാടി പറയാം, മുടിയും താടിയൊന്നും വെട്ടണ്ട, നിന്നെ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ ശരി, അങ്ങനെയായിരുന്നു. വളരെ സർപ്രൈസിങ് ആയിട്ടായിരുന്നു. കാരണം ഞാനും വൈഫിന്റെ സിസ്റ്ററും ഹസ്ബൻഡും എല്ലാവരും കൂടെ ഞങ്ങൾ കൊടൈക്കനാൽ പോകാനായിട്ട് രാത്രി ബാഗൊക്കെ പാക്ക് ചെയ്ത് 10 മണിക്ക് കിടന്ന് ഉറങ്ങാം, 4 മണിക്ക് എണീറ്റ് പോകാന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് മിനിറ്റ് ഒക്കെയാണ് സംഭവിച്ചത്. അപ്പൊ രാത്രി ഒരു 10 മണിക്കാണ് ഇതിന്റെ കൺട്രോളർ ഷബീർക്ക് വിളിച്ച് ഇങ്ങനത്തെ ഒരു പടമുണ്ട്, മാട്ടൻ ചേട്ടനാണ്, ഷായ് കബീറാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ 4 മണിക്ക് വണ്ടി ഓടിക്കണം. എന്നാൽ പിന്നെ ഇത് നോന്ന് പറയാനും പറ്റിയില്ല. അപ്പൊ 10:30 at night നറേഷൻ നടക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി, സംഭവം അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ ഓഫ്കോഴ്സ് ഈ ലാസ്റ്റ് മിനിറ്റ് വന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര കുറെ നാള് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷെ അതൊരു പുതിയൊരു ചലഞ്ചായിരുന്നു. ശരിക്കും കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം ഒരു മൂവിയിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൂ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് അതൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ശരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു പോയിന്റ്, അല്ലെങ്കിൽ ഇത് ചെയ്യണം, ഇത് മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ്, വരാനുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്തായിരുന്നു? മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒന്ന്, ഇതിന്റെ ടീം, അതായത് മാട്ടൻ ചേട്ടൻ, ജിത്തുവേട്ടൻ, ഷാഹിക്ക, ഇവരൊക്കെ ആവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് ചാക്കോച്ചിന്റെ ഒരു പടം, പിന്നെ ബാക്കി കാസ്റ്റ്, ജഗദീഷ് ചേട്ടൻ, പ്രിയമണി മാം, അതൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമുക്ക് ഓക്കെ, ഈ സംഭവം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അധികം പറഞ്ഞ കുഴപ്പവും, പക്ഷെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
പിന്നെ ഇവർ എഴുതിയിരിക്കുന്ന രീതിയിൽ ഇതിൽ ഒരു എന്താ പറയുക ത്രൂ ആൻഡ് ത്രൂ ഗുഡ് ഗായ് ത്രൂ ആൻഡ് ത്രൂ ബാഡ് ഗായ് അങ്ങനത്തെ ഒരു സാധനമില്ല. ഇപ്പോൾ ഞങ്ങളുടെ സൈഡിലും ഞങ്ങളുടേതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്, അവരുടെ സൈഡിൽ അവരുടേതായ ഒരു ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. മറ്റേ ലൂസിഫറിൽ പറയുന്ന മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, തിന്മയും തിന്മയും തമ്മിലാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ ഇന്റർവ്യൂ നേരത്തെ എടുത്ത സമയത്ത് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഇത് സത്യം ഒരു വെളിച്ചം മാറി പുറത്തേക്ക് വരുന്ന ഒരു സംഭവമാണ്, മനസാക്ഷിയുടെ കോടതിയിൽ ഉത്തരം പറയേണ്ട ഒരു സ്ക്രിപ്റ്റ് ആണെന്നുള്ള സംഭവം. അപ്പൊ ശരിക്കും ഇതിന്റെ നമ്മുടെ പോസ്റ്ററിലാണെങ്കിൽ ഒരു ക്യാപ്ഷൻ, ഒരു കോട്ട് ഉണ്ടായിരുന്നു, ട്രൂത്ത് ക്യാൻ നെവർ ബി ബറീഡ് എന്നുള്ള ഒരു സംഭവം. അപ്പൊ റിയൽ ലൈഫിലേക്ക് ആ കോട്ടിനെ സിനിമയിൽ നിന്ന് നമ്മൾ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം പേഴ്സണൽ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? അതായത് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ പറയില്ല, ഇപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ ആലോചിക്കുന്ന ഒരു പോയിന്റ് ആണിത്. ഞാൻ സ്ഥിരം ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ആണ്, സത്യം എന്തെങ്കിലും പുറത്തു വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ആളുകൾ അറിയണ ഒരു പോയിന്റ് ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ എന്തെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല ഈ സിനിമയിലും ഇത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. വെറുതെ എഴുതി വെക്കില്ലല്ലോ, അത് അതിന്റെ അത്ര ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ആ കോട്ടിനുണ്ട്. ഈ സിനിമയിൽ നടക്കുന്ന ഓരോ ഇൻസിഡന്റും ഈ പറയുന്ന പോലെ നമുക്ക് ഓക്കെ ഇത് എന്തായിരിക്കും ഇതിന്റെ പരിപാടി എന്നറിയാനായിട്ട് അത്രയും ക്യൂരിയസ് ആയിട്ടും ഇതിന്റെ സത്യം കൃത്യമായിട്ട് ഇപ്പൊ വിശാഖ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് നമ്മുടേതായിട്ടുള്ള സത്യങ്ങളുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ സത്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കോട്ടിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ട്രൂത്ത് എന്ന് പറയുന്ന സാധനം ആബ്സല്യൂട്ട് അല്ലല്ലോ, സബ്ജക്റ്റീവ് അല്ലേ അല്ലെ? ഫാക്റ്റും ട്രൂത്തും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. അപ്പൊ ഫാക്ട് ഇസ് ഫാക്ട്, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ട്രൂത്ത് ഞാൻ സത്യമായിട്ട് കാണുന്നതും താൻ സത്യമായിട്ട് കാണുന്നതും നമ്മുടെ സബ്ജക്റ്റ് ബയസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ സ്ക്രിപ്റ്റിന്റെയും ഈ ഒരു സ്റ്റോറിയുടെയും വ്യൂ പോയിന്റ് ആണ് ആക്ച്വലി. അവിടെ ഇറങ്ങിയതിന് ശേഷം ഐ തിങ്ക് ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് എല്ലാവർക്ക് ഈവൻ ഞങ്ങളുടെ സൈഡിലും അവരുടേതായ ജസ്റ്റിഫിക്കേഷൻസ് അവരുടെ ഒരു ട്രൂത്ത് ആയിട്ട് എംപത്തൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഈ സ്ക്രിപ്റ്റിന്റെയും പ്രവർത്തന വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരിക്കലും റിലേറ്റബിൾ ആവാൻ ചാൻസ് ഉണ്ടാവില്ല കുറെ പേർക്കൊക്കെ, പക്ഷെ ഓഫ്കോഴ്സ് അങ്ങനെയുള്ളവർ ഉണ്ടാവണം അല്ലേ? ഉണ്ടാവണം, ഉണ്ട്. റിലേറ്റബിലിറ്റി മാത്രമല്ല, ഐ ഫീൽ ഇതിൽ കാണുന്ന പല ക്യാരക്ടേഴ്സും ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇവരുടെ അൾട്ടിമേറ്റ്ലി നമ്മൾ സിനിമ കാണുമ്പോൾ അവിടെ കാണുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ, ആ ലോജിക് നമുക്ക് ഓക്കെ ആണോ എന്നാണല്ലോ നമ്മൾ ആലോചിക്കുക. അപ്പൊ ആ രീതിയിൽ ഐ തിങ്ക് റിലേറ്റബിൾ ആണ്. പക്ഷേ പക്ഷേ ബാക്കി പറയാൻ പറ്റില്ലായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും ചാക്കോച്ചന്റെ പഴയൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിംഗ് ക്ലാസ് പോലെയാണ്. ഇപ്പം നമുക്ക് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പൊ അവരുടെ തന്നെ നമുക്ക് അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ഈ സെറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജഗദീഷ് ചേട്ടൻ, നമുക്ക് എനിക്ക് തോന്നുന്നു 400+ മൂവീസ് ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ കുറെ അധികം നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയല്ലേ? അപ്പൊ ചേട്ടന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്, അല്ലെങ്കിൽ ചേട്ടനിൽ എന്താ സ്പെഷ്യൽ ആയിട്ട് കണ്ടത്? നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും ഈ പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജഗദീഷ് ചേട്ടൻ ഭയങ്കര എനർജറ്റിക്കാ. നമ്മൾ ടയേർഡ് ആയാലും പുള്ളി ഓടിച്ചാടി നടക്കും. അപ്പം അത് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കണം. അതാ നമ്മുടെ പാഷൻ, നമുക്ക് സിനിമയോടുള്ള ഇഷ്ടമൊക്കെ കൊണ്ടാണ് ഈ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മളൊന്ന് അതിന് കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുത്താലും ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് വേണ്ട. പക്ഷെ അത്രയും സീനിയർ അല്ലേ, അപ്പം അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ എനർജിയാണ് പുള്ളി സെറ്റിൽ നിന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഓക്കെ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു എവിടെന്നെങ്കിലൊക്കെ പഠിച്ച് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. കാരണം നമ്മൾ ഡ്രോപ്പായി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന സിനിമയാണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഡ്രോപ്പ് ആവും. അത് മാറ്റിയിട്ട് ഇപ്പൊ ഞാനിവിടെ എനർജറ്റിക് നിൽക്കുവാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇവിടെ ഒരാൾ ഭയങ്കര വീക്കായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ് ആ പരിപാടി ഇല്ല. അത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജഗദീഷ് ചേട്ടൻ. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ അത് കൂടാതെ വേറൊരു ആക്സിഡന്റ് കൂടി ജഗദീഷ് ചേട്ടൻ പറ്റി, ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞില്ല. അതാണ് നമ്മുടെ ഷൂട്ടിന് ഇതുപോലെ ജഗദീഷ് ചേട്ടന്റെ കണ്ണിന്റെ ഇവിടെ ഒരു കൈ വന്ന് തട്ടി. അപ്പൊ നമ്മളൊരു ചെറിയ ക്ലാഷ് ആയിരുന്നു ആ സീൻ. അപ്പൊ അതെടുത്തപ്പോ ആരുടെ ചെറിയൊരു പറയാൻ പറ്റില്ല എന്താന്ന്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പ്രൊഫഷണലിസം. ഐ ആം ആൻ ആക്ടർ, ദിസ് ഇസ് മൈ ജോബ്. രാത്രി 2 മണി 3 മണി 4 മണി ആണെങ്കിലും കറക്റ്റ് രാത്രി 2 മണിക്കാണ് ഈ ഷൂട്ട് എടുക്കുന്നത്. നമ്മൾ രാത്രി ഓൾമോസ്റ്റ് ഒരു 11 o'clock 12 തുടങ്ങുന്നത്. 2 മണി 3 മണിക്കാണ് ഈ ഷോട്ട് എടുക്കുന്നത്. അപ്പം കൈ തട്ടിയിട്ടുണ്ട്, ജഗദീഷ് ചേട്ടന്റെ കണ്ണ് ചുമന്നു, ജഗദീഷ് ചേട്ടന് വേന എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് കൈ ഒന്ന് വെച്ച് ഇവിടെ ഒന്നും തിരുമ്മി എല്ലാം തിരിച്ചു വന്നിട്ട് ബാബാ നമുക്ക് ടേക്ക് പോവാം
ഈ ഒരു ഫാക്ട് ഉണ്ടല്ലോ, അത് കണ്ടുപഠിക്കണം. നമുക്കിപ്പോ അയ്യോ നമുക്ക് ഇത് പറ്റി അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്, മനസ്സിലായില്ലേ? ഞാനും ഇപ്പൊ വളരെ കുറച്ച് പരിപാടി ചെയ്തിട്ടുള്ളെങ്കിലും ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ളവരെ കണ്ടു പഠിക്കാൻ പറ്റും. ഒരു ഇൻസ്പിറേഷൻ ആണ് ശരിക്കും. ഇന്നത്തെ കാര്യമാണെങ്കിലും രാവിലെ തൊട്ട് ഞാൻ വന്നപ്പോ തൊട്ട് ചേട്ടൻ ഒറ്റ ഇന്റർവ്യൂലും 13 മണിക്കൂറായിട്ട് അദ്ദേഹം ഒറ്റ ഇന്റർവ്യൂ 13 മണിക്കൂർ മാത്രമല്ല കേട്ടോ, ഒറ്റ ഇന്റർവ്യൂല് സൈലന്റ് ആയിട്ട് പോലും ഞാൻ കണ്ടില്ല. ഭയങ്കര ടോക്ക് എത്തും. അപ്പൊ ഞാൻ ഇന്റർവ്യൂല് വന്നപ്പോ ചോദിച്ചു ആ ഒരു എനർജി, ആ ഒരു സംഭവം. അപ്പൊ ചേട്ടൻ നമ്മുടെ സിനിമയല്ലേ, വി ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അദ്ദേഹത്തിനോട് ഈ എന്താ പറയുക, ഈ ഒരു ആർട്ട് ഫോമിനോടും ഈ ഒരു ഇൻഡസ്ട്രിനോടുള്ള ഒരു റെസ്പെക്റ്റും സ്നേഹമാണ് അത്. ദാറ്റ്സ് ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ട്. ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു കേട്ടായിരുന്നു ഫഹദ് ഫാസിലിന്റെ കൂടെയും ചാക്കോച്ചന്റെ കൂടെയും ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആ ഒരു മൊമെന്റ് ആണല്ലേ, ഇപ്പൊ ശരിക്കും ചാക്കോച്ചന്റെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു? ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആ ഒരു സംഭവം ആയിരുന്നില്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറയുമായിരുന്നു, ഞാൻ 2 സിനിമയിൽ ചാക്കോച്ചന് ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കണ്ടുപിടിച്ചെന്ന്. ഞാൻ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് വന്നിരുന്നു ആ ചേച്ചി പറയുന്നു. അപ്പോഴല്ലേ ചാക്കോച്ചനെ അറിഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ ഇത് ചാക്കോച്ചനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു. അപ്പം ത്രീ കിങ്സ് ഡോക്ടർ ലവ്. അപ്പൊ അത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാക്കോച്ചനെ കാണുന്നത് എന്റെ ഒരു റിയാലിറ്റി ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടാ. അപ്പൊ ചാക്കോച്ചന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ച് പൊളിക്കണം, ആ ഒരു മൈൻഡിലേക്കാണ് ചാക്കോച്ചനെ കാണുന്നത്. അപ്പൊ ചാക്കോച്ചന്റെ ഡാൻസ് ഇഷ്ടമാവുന്നു, സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചാക്കോച്ചന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ ചാക്കോച്ചനെ ഡ്യൂപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതും പറഞ്ഞു. നിങ്ങൾ തമ്മിലൊരു ഡാൻസ് ഓഫ് ഓർഗനൈസ് ചെയ്യണം അല്ലേ? അപ്പൊ ഇത് എന്റെ പാത്ത് ഇതായിരുന്നു, എന്റെ ജേർണി ഇതാണ് ചാക്കോച്ചനായിട്ടുള്ളത്. അതിങ്ങനെ ചെറുപ്പാലം ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഡയറക്ടറും അതിന്റെ കൊറിയോഗ്രാഫറൊക്കെ നമുക്ക് ഭയങ്കര പേഴ്സണലി അറിയാവുന്നവരാ. അപ്പം അവർ വിളിച്ചപ്പോൾ ഞാൻ പോയി ചെയ്തതാണ് ഈ ഡ്യൂപ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഓഫീസർ എന്ന സിനിമയിൽ ചാക്കോച്ചൻ ലീഡ് റോളിൽ വരുന്ന പടത്തില് ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഞാനുമായിട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഡ്രീം കം ട്രൂ. അതിലപ്പുറം ഈ പറയുന്ന പോലെ ഓക്കെ, കുറച്ച് മുന്നത്തെ ഇന്റർവ്യൂവിലും ഞാനും ചാക്കോച്ചൻ ഇങ്ങനെ ഇരുന്നായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇതൊക്കെ ഭയങ്കര ഹാപ്പി മൊമെന്റ്. എനിക്ക് ഈ ഡേ ഒട്ടും മറക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടു വളർന്ന ഒരാളല്ലേ. അപ്പൊ ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ചാക്കോച്ചനോട് ഫഹദ് ഫാസിലിന്റെ കൂടെ നെക്സ്റ്റ് ഒരു മൂവി ചെയ്യാൻ പറ്റട്ടെ. മാത്രല്ല കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്പിറേഷൻ. ആക്ച്വലി ഇപ്പോൾ ഉള്ള ഓരോ ആക്ടേഴ്സിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവര് പല പല രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പൊ ചാക്കോച്ചൻ ഒരു ബ്രേക്കിന് ശേഷം ഫുൾ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് ഒരു ഹീറോ ആണെങ്കിൽ പോലും അത്രയും നാൾ ആൾക്കാർ കണ്ട സംഭവത്തിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് പെർഫോം ചെയ്യുന്നു. കോഴ്സ് മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോ അത് കണ്ടുപഠിക്കുക. ഇപ്പൊ അടുത്തത് ലാലേട്ടന്റെ ഏറ്റവും വലിയ പ്രൊജക്ട്സുകളിലൊന്ന് വരുന്നു. ഇതൊക്കെ നമുക്ക് ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, ഫോർ എ ബെസ്റ്റ് ആക്ടർ കഴിവ് മാത്രം പോരാ, നമുക്ക് ചിന്തിക്കാനും അതിന്റെ അത്രയും തന്നെ പരിപാടി വേണം. അപ്പൊ നമ്മളെങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു, നമ്മളെങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഫഹദ് ഫാസിലും ഈ പറയുന്ന പോലെ കുഞ്ചാക്കോ ബോബനും മാത്രമല്ല, ബാക്കി ഒരുപാട് പേര് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ എല്ലാം സെറ്റ് ആവട്ടെ. ആവട്ടെ. ചേട്ടൻ അങ്ങനെ ഒരു എനിക്ക് ഇന്നൊരാളുടെ കൂടെ ഇന്നൊരു ആക്ടറിന്റെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഡ്രീം ഉള്ളത് ആരായിരിക്കും? എനിക്ക് ലാലേട്ടനോട് അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കുണ്ടെന്ന്. മമ്മൂക്കയുടെ കൂടെ ഒരിക്കൽ വർക്ക് ചെയ്തു, സെക്കൻഡ് ഫിലിമിലായിരുന്നു, പുത്തൻമണം എന്ന് പറഞ്ഞ പടം. ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കമൽ സാറിന്റെ കൂടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ ഇർഫാൻ ഖാൻ. പക്ഷെ അദ്ദേഹം ഒബിയസ്ലി പാസ്ഡ് അവേ. പക്ഷെ അത് ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. ഓക്കെ, ഇപ്പം കുറെ പേര് ഇപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആണെങ്കിലും കണ്ടു വളർന്ന ഒരാളുടെ കൂടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ പേര് പറയും ഭയങ്കര ലക്കാ, അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര ലക്കാ, കാരണം പെട്ടെന്ന് വന്നു ഇപ്പൊ ക്ലിക്കായി നിൽക്കണമൊക്കെ എല്ലാവർക്കും അറിയാം, ഫെയിം, പൈസ, ഇതൊക്കെ. ശരിക്കും ലക്കിനേക്കാൾ അപ്പുറം ഇതൊരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് അല്ലേ. അപ്പം കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ, ഇവർക്ക് ഭയങ്കര ഭാഗ്യാട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലക്കാട്ടോ. അപ്പൊ ലക്കിനേക്കാളൊക്കെ അപ്പുറത്ത് ഹാർഡ് വർക്ക് എന്നുള്ള സംഭവം ഇല്ലേ? ശരിക്കും ഭയങ്കര ഹാർഡ് വർക്ക് ഇല്ലേ? ആ ഒരു ജേർണി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഹാർഡ് വർക്ക് ഉണ്ട്, സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ എന്നാൽ ലക്കും അത്യാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്റെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ലക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗം വന്നായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ആക്ച്വലി
പിന്നെ എവിടേക്കോ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാൻ എവിടേക്കോ ചെയ്ത് വെച്ചതിന്റെ ബാക്കി റിസൾട്ടും അതിന്റെ കൂടെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൽ എവിടെയൊക്കെ നമുക്ക് ലക്കും കൂടിയും വരുന്നുണ്ട് എന്നുള്ളതാണ് ഫൈനൽ റിസൾട്ട്. പക്ഷെ ഒരിക്കലും ഒരു ലക്കിലോട്ട് മാത്രമായിട്ട് എന്റെ റിസൾട്ടിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇപ്പൊ 2-3 മൂവീസ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് മൂവി ഭീഷ്മപർവ്വതത്തില് ഡാൻസ് ചെയ്തു, അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ് ചെയ്തു, ഇപ്പൊ ഇവിടെ വരുന്നു. അപ്പൊ ഓഡിയൻസ് കാണുന്നത് ഇതായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കില് അതായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കില് നമ്മളെടുത്ത ഹോംവർക്കും നമ്മുടെ കയ്യിൽ അത് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ഹോൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ എവല്യൂഷനെ ഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഞാനിപ്പോൾ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു റൂമിൽ ഇരിക്കുവാണെങ്കിൽ, ഇപ്പോൾ കാരവാനിൽ ഇരിക്കുകയാണ്, കുറേ ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നീഡ് ടു ബി ദ മോസ്റ്റ് ടാലന്റഡ് ആക്ടർ, പക്ഷെ അവിടുത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആക്ടർ ആയാൽ മാത്രം മതി എന്നുള്ളതുള്ളൂ. കാരണം ലക്ക് എപ്പോൾ വരും, ഇപ്പൊ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ അപ്പം നമ്മൾ പോയി ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം സിനിമയെ കാണുന്ന വ്യൂ പോയിന്റ് തന്നെ നമ്മുടെ മലയാളി ഓഡിയൻസിന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിന് മുന്നത്തെ പെർഫോമൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അവരുടെ കാഴ്ചപ്പാടേ മാറിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഒന്നില്ലെങ്കിൽ അവരെയൊക്കെ ഒരു വഴി മുന്നിൽ നമ്മൾ പോയാലാണ് അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. ചേട്ടനൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നില്ല, അതായത് ഇപ്പം ചേട്ടനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു 0 എക്സ്പെക്ടേഷനിൽ ഉള്ളത് കൊണ്ട് ചേട്ടൻ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അതെന്താ അങ്ങനെ ഒരു പോയിന്റിൽ തോന്നാൻ കാരണം? 0 എക്സ്പെക്ടേഷൻ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ളൊരു സാധനം. അപ്പൊ ഇന്ന ടൈപ്പ് ക്യാരക്ടർ മാത്രമേ ഇവനെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവനെന്താ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മനസ്സിലും ഒരു ഇതുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പുത്തമണം ചെയ്തപ്പോ അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ ഒരു കോളേജ് പരിപാടിക്ക് പോയപ്പോ ഒരുത്ത ടോയ്ലറ്റിൽ വെച്ച് എന്നോട് ഒന്ന് പറഞ്ഞ പ്രോ അങ്ങനത്തെ പരിപാടി ചെയ്യരുത്, മോശമായി പോയി, വേണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സ്പെക്ടേഷൻ അല്ലേ. അപ്പൊ ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് എല്ലാം ട്രൈ ചെയ്യണം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു സാധനം. ബേസിക്കലി ഇപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എ ഡാൻസർ അല്ലാതെ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിംഗിൾ പരിപാടി. അപ്പം അതിലും പെർഫോമൻസ് ഉണ്ട്, പ്ലസ് ക്യാരക്ടർ ആർക്കാണല്ലോ അതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ജിത്തു ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് എന്നെ പിടിച്ച് ഇപ്പൊ ഓഡിഷൻ കൊടുത്തു, ഹീസ് കോൺഫിഡന്റ്, അതൊക്കെ ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ റംസാനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഡാൻസ് ഇല്ല, ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യാം. ചാക്കോച്ചനുണ്ട്, ക്യാരക്ടർ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ മാട്ടിച്ചേട്ടൻ ആലോചിച്ചു, ചാക്കോച്ചനുണ്ട്, റംസാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഡാൻസ്. ഒരിക്കലും ഇല്ല. എനിക്ക് ഐ എം സോ ഹാപ്പി. കാരണം ആദ്യമായിട്ടായിരിക്കും ഞാൻ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് എന്റെ ഡാൻസിനെ പറ്റി പറയാതെ എന്റെ ആക്ടിങ് കരിയറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ഇന്റർവ്യൂലാണെങ്കിലും ജഗദീശൻ അല്ല ചാക്കോച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 0 എക്സ്പെക്ടേഷൻസിൽ വന്ന് മൂവി കാണണം എന്നുള്ളൊരു സംഭവം. അത് എല്ലാ ആക്ടേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മൂവി ആകുമ്പോൾ കുറെ നല്ലൊരു കാസ്റ്റാണ്, നല്ലൊരു ക്രൂ ആണ്, ആൾക്കാർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് പോസ്റ്ററും ഭയങ്കര പ്രോമിസിംഗ് ആണ്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് കൂടുമ്പോൾ പ്രശ്നമാവും, അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ? പ്രശ്നമാവുന്നത് ഇസ് വെൻ നമ്മള് ഒരു പോസ്റ്റർ കണ്ടിട്ട് ഓ ഇത് ഇന്ന ടൈപ്പ് പടമായിരിക്കും എല്ലാവർക്കും. ഞാൻ പറയുവാണെങ്കിൽ ഇത് ചിലപ്പോ ചില പടങ്ങളുടെ പ്രൊമോഷൻ ചെയ്ത കാര്യങ്ങളുടെ ബേസിലായിരിക്കാം ഇവർ ഈ പ്രീജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ സിനിമനെ ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റില്ല. നമ്മളൊരു കൺഫർമേഷൻ ബയസ് ആയിട്ട് അവിടെ വന്നിരുന്ന് കാണുമ്പോൾ അയ്യോ ഞാൻ എക്സ്പെക്ട് ചെയ്ത പടം അല്ലല്ലോ എന്ന് തോന്നുമ്പോ ആ പടം പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പ്രോമിസിംഗും പരിപാടിയും ഒന്നും വേറെ രീതിയിൽ കൊടുക്കുന്നില്ല. നമ്മള് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പടത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒരു കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് ഇതൊരു പോലീസ് സ്റ്റോറിയാണ്, പരിപാടിയാണ്. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും വായിന്ന് ചാടി പോയാൽ മതി, സ്പോയിലർ ആവും. ട്രെയിലർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുമെങ്കിലും നോട്ട് ടു ദ സ്റ്റോറി. ഒരു മൂഡേ മനസ്സിലാവും. ഒരു പരിപാടി എങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. ലൈഫിൽ പൊതുവെ സിനിമ മാത്രമല്ല എന്താണെങ്കിലും എക്സ്പെക്ടേഷനിലാണ് ചെയ്യുമ്പോഴല്ലേ എന്റെ ഒരു ഭംഗി ഓക്കെ. ഇപ്പൊ കമൽഹാസൻ സാർ വന്ന് കെട്ടിപ്പിടിച്ച് അത് ഞാൻ മാത്രമല്ല എന്തൊക്കെയാ ചോദിക്കണത്. ചേട്ടൻ ഡാൻസ് കണ്ടിട്ട് എണീറ്റ് നിന്നിട്ട് വന്ന് ഹഗ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് പ്രോഗ്രാമിൽ ചേട്ടൻ തന്നെ വേണമെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചല്ലോ. അത് ആക്ച്വലി വിക്രം സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു ദുബായില്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിലോട്ട് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഡെഡിക്കേഷൻ പെർഫോമൻസ് പോലെ കൊടുക്കണം, നോട്ട് ഫോർ വിക്രം മൂവി, ഫോർ കമൽഹാസൻ സാർ. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് ഓക്കെ സാധാരണ ഒരു പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പുതുമയില്ല. അപ്പൊ ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് കുറച്ച് സാറിന്റെ പണ്ടത്തെ മൂവീസ് തൊട്ടുള്ള പരിപാടി, സാറിന്റെ ട്രാവൽ ജേർണി എല്ലാം കുറച്ച് കണ്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് പെർഫോമൻസ് ഞാൻ ഉണ്ടാക്കി. ദുബായി പോയി
ഞാൻ ഒരു 10 days നിന്ന് അവിടുത്തെ ഗ്രൂപ്പ് ഡാൻസേഴ്സിനെ വെച്ച് കൊറിയോഗ്രാഫി ചെയ്ത് സാറിന്റെ മുന്നിൽ പെർഫോം ചെയ്തു. അപ്പൊ ബേസിക്കലി അതിന്റെ അവസാനം നമുക്ക് സാറിനെ സ്റ്റേജിൽ കൊണ്ടുവരണം എന്നായിരുന്നു. പക്ഷെ ആക്ച്വലി ആ സമയത്ത് പുള്ളിക്ക് വയ്യായിരുന്നു സാറിന്, ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇരുന്ന സീറ്റിൽ നിന്ന് എണീക്കില്ല, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. ഞാൻ പറഞ്ഞു ഞാൻ ആ വഴിക്ക് പോകുന്നില്ല, അദ്ദേഹത്തെ കണ്ട് ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ പെർഫോമൻസ് ചെയ്തോണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു 1 minute പെർഫോമൻസ് ഞാൻ സ്റ്റേജിന്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പൊ പുറത്ത് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ സാർ എണീറ്റു. അപ്പൊ എന്റെ കൈയും കാലും ഇങ്ങനെ ഇപ്പൊ എണീക്കില്ലേ പ്ലീസ് പ്ലീസ് അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ സാറ് വന്നു, ഹഗ് ചെയ്തു. എന്നിട്ട് സാർ അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയ സമയത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇറ്റ് ലുക്ക് സോ ഇന്റർനാഷണൽ പെർഫോമൻസ് ആൻഡ് സെൻട്രൽ പെർഫോം ചെയ്ത ആള് നന്നായിട്ട് പെർഫോം ചെയ്തെന്നൊക്കെ പറഞ്ഞു. അതിൽ കൂടുതൽ ഞെട്ടിച്ചത് ഇതിന്റെ വേറൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ സാറ് പറഞ്ഞായിരുന്നു അന്ന് പെർഫോം ചെയ്ത ആളുകളാണ്. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഹാർഡ് വർക്ക് എവിടെയെങ്കിലും വന്നൊന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ചേട്ടൻ ഇതുപോലെ ഡയറക്ടർ ആവണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ ആൻഡ് വർക്കിംഗ് ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് 2025 ഒരു മൂവി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? മോട്ടിവേറ്റ് ചെയ്തല്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് എപ്പം നടക്കും എങ്ങനെ നടക്കുന്നൊന്നും അറിയില്ല. അതിനുള്ള പഠനവും പ്രിപ്പറേഷനും പിച്ചിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളൊരു പ്ലാൻ നടക്കും സൂൺ. താങ്ക് യു. ചേട്ടന് എല്ലാവരും ഇപ്പം ചേട്ടന്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് കുപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിരിക്കും എല്ലാവരുടെ ഉള്ളിൽ രജിസ്റ്റർ ആയി കിടക്കുന്നുണ്ടാവുക. ശരിക്കും കുറെ ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന റോൾ അങ്ങനെ രജിസ്റ്റർ ആയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു നമ്മൾ ചെയ്തു വെച്ച ക്യാരക്ടറിൽ തന്നെ എക്സ്പെക്ടേഷൻ തന്നെ. അപ്പൊ അത് ശരിക്കും അങ്ങനെ രജിസ്റ്റർ ആവുന്നത് ശരിക്കും ഒരു കേഴ്സ് ആണോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിംഗ് ആണോ? രണ്ടുമാണ്. കാരണം ആ ഒരു ക്യാരക്ടർ അത്രയും ഇമ്പാക്ട്ഫുൾ ആയതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ ഞങ്ങളൊക്കെ ആക്ടേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യണം, ഇനിയും ഡിഫറെന്റ് ഷെയ്ഡ്സ് ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആൻഡ് സിനിമ ആസ് എ മീഡിയം അതൊരു ആക്ടറിന്റെ മീഡിയം അല്ല, ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് മീഡിയം അല്ലേ. അപ്പോൾ ഒരു ഡയറക്ടർ നമ്മളെ കണ്ട് ഓക്കെ ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് വേറൊരു സാധനം ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടച്ച് വുഡ് കഴിഞ്ഞ കുറച്ച് 1-2 വർഷമായിട്ട് അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഫുട്ടേജ് ആണെങ്കിലും എക്സിറ്റ് ആണെങ്കിലും ഒക്കെ പീപ്പിൾ ആർ സീയിങ് സംതിങ് എൽസ്. ഇപ്പൊ എമർജൻസി ആണെങ്കിലും ചേച്ചി എന്ത് കണ്ടിട്ടാണ് നമ്മൾ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ I was very happy. അപ്പോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പൊ പടം ഹിറ്റാണോ അല്ലോ എന്നല്ല, എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എപ്പോഴാണ്. നമ്മൾ സെൽഫ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത് കാണുന്ന ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് കൂടുതൽ പടത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റിയില്ല, കാരണം അത് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇവരെല്ലാവരും ഈ പറയുന്ന ഇത്രയും അടിപൊളി ആർട്ടിസ്റ്റുകളും ഡയറക്ടർ റൈറ്റർ എല്ലാവരും കൂടിയും ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളായിട്ട് പറഞ്ഞ് കൊളാക്കണ്ട. അതെ, അതിലും ഭേദം എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതെ, എക്സ്പെക്ടേഷന്റെ ആവശ്യമില്ല. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ വേസ്റ്റ് ആവില്ല, അത് ഉറപ്പാണ്. ഓൾസോ മറ്റേ നായാട്ടും ഈവൻ റൈറ്റർ ആണെങ്കിൽ ഷാഹിദ് കബീർക്കാണെങ്കിൽ ജോസഫ്, ഇതുപോലെ പുഞ്ചിറ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. സോ ഒരിക്കലും താഴെ പോവില്ല എന്നുള്ള കാര്യത്തില്. എന്നാൽ അവര് നേരത്തെ ചെയ്ത പടങ്ങളുടെ ആ ഒരു ഗ്രിറ്റി റിയലിസ്റ്റിക് സാധനമല്ല, കുറച്ചും കൂടെ ഒരു ലാർജ് സ്കെയിൽ ഡ്രാമ ബട്ട് ഒരു കമേഴ്ഷ്യൽ ഫ്ലേവർ ഉള്ള ഒരു ഫിലിമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും February 20th നിങ്ങളുടെ മൂവി ഹിറ്റ് ആവട്ടെ. ഇറങ്ങുമ്പോൾ ഓഡിയൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മൂവി അക്സെപ്റ്റ് ചെയ്യട്ടെ. ഇനിയും കുറെ ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. ഇപ്പൊ ചേട്ടന്റെ ആഗ്രഹം പോലെ ഡയറക്ഷനും ചേട്ടന്റെ ആഗ്രഹം പോലെ കുറെ അധികം മൂവീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഈ 2025 നിങ്ങളുടെ ഒരു ഇയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യട്ടെ. അതെ അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.